ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിലെ ലീവ് എൻകാഷ്മെൻ്റ് ആണ്. ലീവ് എൻകാഷ്മെൻറ്റിന് ലീവ് സാലറി എന്നോ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് എന്നോ ഒക്കെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഇഫ് എൻ എംപ്ലോയി ഈസ് എൻടൈറ്റിൽഡ് ടു ഏൺ ലീവ്, he can use it in two ways. First one is he can take the leave like other leaves. Second one, he can surrender the earned leave and get salary for that period. It is known as leave encashment. Leave encashment received during the service is fully taxable. Leave encashment received at the time of retirement is exempt for government employees. In the case of non-government employees, the list of the following is exempt. First one is actual amount received. Actual amount received. Second one, notified limit. Notified limit, that is rupees 3 lakhs. Then third one, average salary. Average salary into 10 months. അല്ലെങ്കിൽ 10 months average salary. Then next one, average salary into leave due. Leave due is calculated by taking 1 month leave for every 1 year of completed service less leave already encashed. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇക്വേഷനിൽ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ലീവ് ഡ്യൂ ഈസ് ഈക്വൽ ടു സർവീസ് പീരീഡ് ഇൻറ്റു 1 മൈനസ് ലീവ് അവൈൽഡ് ഓർ എൻകാഷ്ഡ്. ആവറേജ് സാലറി 10 മന്ത്സ് റിട്ടയർമെൻറ്റിന് മുൻപുള്ള 10 മന്ത്സിൻ്റെ സാലറിയാണ് ആവറേജ് സാലറി നമ്മൾ കണക്കാക്കുന്നത് എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇതിൽ ലീസ്റ്റ് ഏതാണോ അതാണ് എക്സെപ്റ്റഡ് ആയിട്ട് വരുന്നത്. ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ സാലറി മീൻസ് ബേസിക് സാലറി, DA, then fixed percentage of commission. ബേസിക് സാലറി എന്ന് പറയുമ്പോൾ ബേസിക് സാലറി പ്ലസ് DA പ്ലസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. ഇത്രയാണ് ലീവ് എൻകാഷ്മെൻറ്റ് അല്ലെങ്കിൽ ലീവ് സാലറി എന്ന് പറയുന്നതിലെ തിയറി പോർഷനായിട്ട് വരുന്നത്. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. എങ്ങനെയാണ് ടാക്സബിൾ പോർഷൻ ഓഫ് ലീവ് എൻകാഷ്മെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? Mr. Ghosh retires on 31st October 2024 after 20 years of service and received rupees 1,92,000 as leave encashment for 12 months. His employer allows him 1.5 months of leave for every 1 year of service. He has already availed leave for 18 months. His salary for 23-24 was rupees 12,000 and from 1st April 2024 was raised to rupees 16,000 per month. Compute the taxable amount of leave encashment. അപ്പോൾ ഇവിടെ നമുക്ക് 10 മന്ത്സിൻ്റെ സാലറി, ആവറേജ് സാലറി നമുക്ക് കണ്ടുപിടിക്കണം.
അതിനെ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഫ്രം 1st April 2024 ഇറ്റ് വാസ് റേസ്ഡ് ടു 16,000 പെർ മന്ത്. മിസ്റ്റർ ഘോഷ് റിട്ടയർ ചെയ്യുന്നത് ഫ്രം ദ സർവീസ് 31st October 2024 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹെഡിങ് എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് taxable amount of leave encashment. അപ്പോൾ salary from 1st April 2024 1st April 2024 to 31st October 2024, that is 16,000 into number of months 7, that is equal to 1,12,000. നമുക്ക് 10 monthsൻ്റെ സാലറിയാണ് വേണ്ടത്. ഇനി ഇപ്പോൾ അത് 7 months ആയി, ഇനി 3 മാസം കൂടി. ഇവിടെ 1st Aprilലാണ് അയാളുടെ സാലറി റേസ് ചെയ്യുന്നത് 16,000ലേക്ക്. അപ്പോൾ അതിന് മുൻപ് അയാളുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 ആണ്. അപ്പോൾ നമുക്ക് എത്ര സാലറി, 3 മാസത്തെ സാലറിയും കൂടി. അപ്പോൾ സാലറി ഫ്രം January 2024 to 31st March 2024, 12,000 into 3, that is equal to 36,000. അപ്പോൾ ടോട്ടൽ സാലറി എന്ന് പറയുമ്പോൾ 1,48,000. ഇത് ആവറേജ് സാലറി ഫോർ 10 months ആണ്. അപ്പോൾ what is the average salary? Average salary is equal to 1,48,000 divided by 10, that is 14,800. ഇനി ഇതിലെ രണ്ടാമത്തെ വർക്കിംഗ് നോട്ടായിട്ട് വരുന്നത് കാൽക്കുലേഷൻ ഓഫ് ലീവ് ഡ്യൂ ആണ്. ലീവ് ഡ്യൂ ഈസ് ഈക്വൽ ടു സർവീസ് പീരീഡ് ഇൻറ്റു 1 മൈനസ് ലീവ് അവൈൽഡ്. ഇങ്ങനെ പറയുമ്പോൾ എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് മീൻസ് 20 into 1 minus 18, that is equal to 2 months. ഇനി നമുക്കിതിൽ ഏതാണോ ലീസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. ലീസ്റ്റ് എമൗണ്ട് exempt. അതിലെ ഫസ്റ്റ് വൺ amount actually received, that is 1,92,000. Second one, notified limit, that is 3 lakhs. Third point, average salary into 10 months അല്ലെങ്കിൽ 10 months average salary into 10 months,
that is 1,48,000. Then next one, average salary into leave due. Average salary into leave due. That is average salary 14,800. 14,800 into 2, that is 29,600. ഇതിലെ ലീസ്റ്റ് മീൻസ് 29,600 ആണ്. ലീസ്റ്റ് എമൗണ്ട് ഈസ് 29,600. ഇനി ടാക്സബിൾ എമൗണ്ട് ഓഫ് ലീവ് എൻകാഷ്മെൻറ്റ്. ടാക്സബിൾ എമൗണ്ട് ഓഫ് ലീവ് എൻകാഷ്മെൻറ്റ്. ഇങ്ങനെയായിരിക്കും കാണുന്നത്. എമൗണ്ട് ആക്ച്വലി റിസീവ്ഡ് ഈസ് 1,92,000. 1,92,000 മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് 29,600. 29,600. That is 1,62,400. That is the taxable amount. ഇങ്ങനെയാണ് ലീവ് എൻകാഷ്മെൻറ്റിൽ വെച്ചുകൊണ്ട് നമ്മൾ ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. 4 കണ്ടീഷൻസ് ആണുള്ളത്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, നോട്ടിഫൈഡ് ലിമിറ്റ്, ആവറേജ് സാലറി ഇൻറ്റു 10 months, ആവറേജ് സാലറി ഇൻറ്റു ലീവ് ഡ്യൂ. ലീവ് ഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സർവീസ് പീരീഡ് ഇൻറ്റു 1 മൈനസ് ലീവ് അവൈൽഡ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.